ഹായ്, മെർക്കുറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവസാനമായിട്ട് ചെയ്തിരുന്ന വീഡിയോ ആമസോണിൽ നിന്ന് ഒരു ആറ്റംബർഗിൻ്റെ ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അറൗണ്ട് 40,000+ ആളുകൾ കാണുകയും ഒരുപാട് പേര് അവർക്കുണ്ടായിരുന്ന മോശം അനുഭവം കമൻറ്റ് ബോക്സ് ത്രൂ രേഖപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതും ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഡിഫക്റ്റീവായ പ്രൊഡക്ട്സും പിന്നെ അതിന് വാറണ്ടി കിട്ടാതിരിക്കുകയും അവർ റിട്ടേൺ കൊണ്ടുപോകാതിരിക്കും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സ് ത്രൂ രേഖപ്പെടുത്തിയായിരുന്നു. അതിനുശേഷം ഞാനൊരു ആറ്റംബർഗിൻ്റെ പുതിയൊരു ഫാൻ ഓർഡർ ചെയ്തിരുന്നു. ആ ഫാൻ ഇതാണ്. ഈ ഫാൻ ഞാൻ ഓർഡർ ചെയ്തത് ആമസോൺ ത്രൂ അല്ല. ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ഓൺ സൈറ്റിൽ പോയിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് കറക്റ്റ് പറഞ്ഞ ഡേറ്റിനുള്ളിൽ വരികയും ഞാൻ അത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും കണ്ടില്ല. ഞാൻ അൺബോക്സ് ചെയ്ത സമയത്ത് ഈ ഒരു ബോക്സിലാണ് പ്രൊഡക്റ്റ് വന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് എല്ലാ പാക്കിങ് സേഫായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ നോക്കിയിട്ട് അവിടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഓൺ സൈറ്റിൽ നിന്ന് മേടിക്കാൻ നോക്കുക. അപ്പോൾ ഇൻ കേസ് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റിൽ പറഞ്ഞായിരുന്നു, ആമസോണിൽ നിങ്ങൾക്ക് ഇൻ കേസ് വരുന്ന പ്രൊഡക്റ്റിന് ഡിഫക്റ്റീവോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് റിട്ടേൺ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു. അതായത് റീഫണ്ട് മേടിച്ചതിന് ശേഷം വീണ്ടും റീ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അതിൻ്റെ പ്രോപ്പർ വേ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇൻ കേസ് ഒരുപാട് ഇതുപോലെ ആദ്യത്തെ വരുന്ന പ്രൊഡക്റ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ റീഫണ്ട് മേടിച്ചിട്ട് വീണ്ടും ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് വീണ്ടും ആ പ്രൊഡക്റ്റിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേണിൻ്റെ ലിമിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അപ്പോൾ തന്നെ ആമസോണിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാതെ ഈ ഒരു മെത്തേഡ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഈ സെയിം കാര്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. ഇൻ കേസ് പ്രൊഡക്റ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ നേരെ ഡയറക്റ്റ് റീഫണ്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഓർഡർ ചെയ്ത് വന്ന പ്രൊഡക്റ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ റിട്ടേണും കൂടെ വരെയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ആയി പോകും. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആവണമെങ്കിൽ ആ വന്ന പ്രൊഡക്റ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വയ്ക്കുക. പിന്നെ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലുള്ള എല്ലാ ആപ്പുകളും, അതായത് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിൻ്റെ ബാക്ക് എല്ലാം ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന വർക്കിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് അറിയണമെന്ന് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ ബാക്കിലെ പ്രോസസ്സ് പറയുന്ന ഒരു വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഡയറക്റ്റ് സൈറ്റിൽ നിന്നാണ്. പ്രൊഡക്റ്റ് പക്കയായിട്ടാണ് വന്നത്. യൂസ്ഡ് പ്രൊഡക്റ്റോ ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ക പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. ഞാൻ ഇതിൻ്റെ വാറണ്ടിയും സീരിയൽ നമ്പർ വെച്ച് ഞാൻ അവരെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. പക്കയാണ്, ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ആറ്റംബർഗിൻ്റെ പെഡസ്ട്രിയൽ ഫാൻ ഓർഡർ ചെയ്യുന്ന കാര്യം കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ ഇത് മേടിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. കേസ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ബോക്സിലെ MRP വന്നിട്ട് 6,450 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5,000 എബോ ആയിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4,000 ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ എന്താണോ പ്രൈസ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.